ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 24-ാം ദിവസമായ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വേദവാക്യങ്ങളാണ്. മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമ സ്വർഗരാജ്യത്തിന്റെ ഉപമയായിട്ട് യേശുക്രിസ്തു അവിടെ വ്യാഖ്യാനിക്കുകയാണ്. പുലർച്ചെ ജോലിക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുറപ്പെടുന്ന വീട്ടുടയവനോട് സദൃശ്യമാണ്. അപ്രകാരം ഒരു വലിയ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാനായിട്ട് ഉടയവൻ പോവുകയാണ്. അവിടെ കണ്ട എല്ലാവരോടും 1 ദീനാറിന് പറഞ്ഞൊത്ത് അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിട്ടു. അങ്ങനെ 11-ാം മണിക്കും തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് ജോലിയില്ലാതിരുന്നവരെ വീട്ടുടയവൻ മുന്തിരിത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ജോലി കൊടുത്തു. സന്ധ്യയായപ്പോൾ ഉടയവൻ കടന്നു വന്ന് ജോലിക്കാരെ വിളിക്കാൻ ആവശ്യപ്പെടുകയും രാവിലെ മുതൽ സന്ധ്യയ്ക്ക് വരെ ജോലി ചെയ്തവർക്ക് ഓരോ ദീനാറോ നൽകിയപ്പോൾ യജമാനൻ വിളിച്ചുകൊണ്ടുവന്ന ജോലിക്കാർ തമ്മിൽ പെറുപെറുക്കുകയും ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരുപോലെ യജമാനൻ കൂലി കൊടുത്തത് ഇഷ്ടപ്പെടാതെ യജമാനെതിരെ പെറുപെറുക്കുകയും ചെയ്യുമ്പോൾ യജമാനൻ പറയുകയാണ്, എൻ്റെ ഇഷ്ടം അല്ലയോ ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളും കൃപകളും ഓർത്ത്, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും ഓർത്ത് പരസ്പരം പിറുപിറുക്കാതെ ജീവിക്കുവാൻ ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിറുപിറുപ്പുകളും മിണ്ടാതെ ഇരിക്കലുകളും കുശുകുശുക്കലുകളും ഒക്കെ നമ്മുടെ ജീവിതത്തെ ഇന്ന് വളരെയധികം ബാധിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കാണുമ്പോൾ അവരുടെ ആത്മീയതയിലും അവരുടെ ഭൗതിക ജീവിതത്തിലും ഉണ്ടാകുന്ന വളർച്ചയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ പെറുപിറുപ്പുകൾ നമ്മെ തന്നെ നശിപ്പിക്കുന്നതാണ്. നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും നശിപ്പിക്കുന്ന രീതിയിലല്ല, മറിച്ച് അവരുടെ വളർച്ചയിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും അവരുടെ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധ്യമാകണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ താരതമ്യങ്ങളൊന്നും ഇല്ലാതെ ദൈവം തന്നിരിക്കുന്ന നന്മയിൽ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നതാണ് ഈ നോമ്പ് കാലഘട്ടം. ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെ ഓർത്ത് സ്തുതിക്കുവാനും എല്ലാവരെയും ഒരുപോലെ കാണുന്ന ദൈവത്തെ, ആ ദൈവത്തിന്റെ മാതൃക പിൻപറ്റി നാം എല്ലാവരെയും ഒരുപോലെ കാണുവാനും നമുക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹീതമാണ്. ആ അനുഗ്രഹീതമായ ജീവിതത്തെ നമ്മൾ സ്വായത്തമാക്കുവാൻ ശ്രമിക്കുന്ന ഒരനുഭവമാണ് നോമ്പ്. എല്ലാവർക്കും ഒരുപോലെയുള്ള അനുഭവം, ദൈവത്തിന്റെ കൃപകളെ, അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ നൽകുവാനും നേടുവാനും നമ്മളാൽ പരിശ്രമം നടത്തുന്നതുമൊക്കെ ദൈവത്തിൽ അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് അതിന് സാധ്യമാകുന്നത്. നമ്മുടെ ജീവിതം അപ്രകാരം നമ്മുടെ സഹോദരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാകണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാകണം. അപ്പോൾ ദൈവം നമ്മെയും മാനിക്കും. വീട്ടുടമസ്ഥൻ പറയുന്നത്, എൻ്റെ അന്യായമൊന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ല, നീ എന്നോട് 1 പണം പറഞ്ഞൊത്തല്ലയോ വന്നത്, ഞാൻ അവസാനം വന്നവനും കൊടുക്കുന്നത് എനിക്കിഷ്ടമുള്ളതാണ്, നീ പിന്നെ എന്തിനാണ് പിറുപിറുക്കുന്നത്? നാം എല്ലാവരും വിവിധ സ്ഥലങ്ങളിലും വിവിധ ജീവിത മേഖലകളിലും ഒക്കെ ആയിരിക്കുമ്പോൾ, ദൈവം നമ്മെ വിവിധമായ സാഹചര്യങ്ങളിൽ മാനിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കിക്കണ്ടുകൊണ്ട് എന്തിനാണ് നമ്മൾ പിറുപിറുക്കുന്നത്? എന്തിനാണ് നമ്മൾ അവരെ ഓർത്ത് വിലപിക്കുന്നത്? നമ്മൾ അവരെ ഓർത്ത് കൂടുതൽ സന്തോഷിക്കണം. കാരണം ദൈവം എന്നെയും അവനെയും മാനിച്ചു. ആരെയും ദൈവം താഴ്ത്തിയില്ല, ആരെയും ദൈവം തളർത്തിയില്ല. ദൈവം ഉയർത്തുന്നവനാണ്, ദൈവം താങ്ങി നടത്തുന്നവനാണ് എന്നുള്ള ബോധ്യം അത് ദൈവസാക്ഷ്യത്തിൽ തന്നെ ഈ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന അനുഭവമാണ്. ഈ വേദഗ്രന്ഥങ്ങളിലുള്ള എല്ലാ വാക്കുകളും വചനങ്ങളുമൊക്കെ അങ്ങനെ നമ്മെ ദൈവത്തിലേക്ക് ഉയർത്തുന്ന അനുഭവങ്ങളാണ് നൽകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹീതമായ അനുഭവങ്ങളെ രുചിച്ചറിയുവാൻ തക്കവണ്ണമുള്ളതായി തീരണം. അങ്ങനെയെങ്കിൽ ഒരുപോലെ കാണുവാൻ നമുക്ക് സാധ്യമാകും.
പരിശുദ്ധനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 11 വരെ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. അതിനുശേഷം മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ നിമിത്തം സകലം വിട്ടുകളയുവിനെന്ന് പറയുന്നുണ്ട്. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാൻ അവിടെ പറയുന്നു. അങ്ങനെ പുതിയ മനുഷ്യരായി തീരുവാൻ നമുക്ക് സാധ്യമാകുന്നത് യേശു ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിത്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. ക്രിസ്തുവിന്റെ വ്യക്തിത്വം എന്താണ്? ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, നാം ഏവരെയും ഒരുപോലെ സ്നേഹിച്ചു, ഒരുപോലെ കരുതി എന്നുള്ളതാണ്. ദൈവരാജ്യത്തിന്റെ അനുഭവം ഇത് തന്നെയാണ്. എല്ലാവരെയും ഒരുപോലെ കാണുവാനും ഒരുപോലെ സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന അനുഭവം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന നാൾ വരെ എല്ലാവരെയും ഒരുപോലെ കാണുവാനും സ്നേഹിക്കുവാനും നമ്മുടെ ഇടത്തൊക്കെ നമ്മളെല്ലാവരെയും തുല്യതയുടെ, സമത്വത്തിന്റെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുവാനും നമുക്ക് സാധ്യമാകണം. ദൈവത്തിന്റെ തുല്യതയും സമത്വവും സ്വാതന്ത്ര്യവും മനുഷ്യവർഗത്തോട്, ഈ ലോകത്തോടുള്ളതുപോലെ നമ്മുടെ ജീവിതവും സമത്വവും സ്വാതന്ത്ര്യവും തുല്യതയും നീതിയും ബോധ്യവും ഒക്കെ അപ്രകാരമുള്ളതാകുവാൻ ഈ വേദഭാഗം നമ്മെ ചിന്തിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പുലർച്ചെ വന്നവനും 11-ാം മണി സമയത്ത് വന്നവനും അവസാനമായി കൂലി പ്രാപിക്കുവാൻ വരുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ അധ്വാനത്തിനൊത്തവണ്ണം അവന്റെ ഇഷ്ടം കൊണ്ട് നൽകുന്നതിനെ ദൈവത്തോടുള്ള ഇഷ്ടത്താൽ, സ്നേഹത്താൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിൽ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.